വീണ വിജയനെ SFIO തൂക്കിയ അതേ ദിവസം തന്നെ CPMന്റെ ഒരു സമുന്നത നേതാവും അഴിമതി കേസിൽ സുപ്രീം കോടതിയുടെ മുന്നിലെത്തി. CPM നേതാവ് VS അച്യുതാനന്ദനെ സഹായിക്കാനുള്ള കേരള ഗവർണറുടെ നീക്കത്തിനാണ് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് അച്യുതാനന്ദനെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. ഇത് ഗവർണർ ആർലേക്കറും കോപ്പിയടിച്ചതോടെയാണ് പിടിവീണത്. രോഗാതുരനും ശയ്യാവലംബിയുമായ VS അച്യുതാനന്ദൻ തന്റെ ജീവിത അവസാന കാലത്ത് അഴിമതി കേസിൽ പ്രതിയായി സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന വിവരാവകാശ കമ്മീഷണർ K നടരാജൻ കാരണമാണ്. സാങ്കേതികമായി പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് മുന്നിൽ അച്യുതാനന്ദൻ പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നത്. 2010 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്റെ ബന്ധുവായ ആലപ്പുഴ സ്വദേശി TK സോമന് അനധികൃതമായി 2.33 ഏക്കർ ഭൂമി പതിച്ചു നൽകാൻ ഉത്തരവിട്ടതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ VS ആയിരുന്നു ഒന്നാം പ്രതി. VS അച്യുതാനന്ദൻ പ്രതിയായിരുന്ന അനധികൃത ഭൂമിദാന കേസ് അന്വേഷിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥനുമേൽ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് അന്ന് വിവരാവകാശ കമ്മീഷണറായിരുന്ന K നടരാജനെതിരെ ഉമ്മൻചാണ്ടി സർക്കാർ കേസെടുത്ത് നടരാജനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവരാവകാശ കമ്മീഷണർ K നടരാജനെതിരായ നടപടി പിൻവലിക്കാൻ അനുമതി തേടി ഗവർണറുടെ സെക്രട്ടറി സുപ്രീം കോടതിക്ക് കത്ത് നൽകിയതാണ് പുതിയ സംഭവ വികാസങ്ങൾക്ക് തുടക്കമായത്. എന്നാൽ കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടപടി പിൻവലിക്കാനാകില്ല എന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. കേസിൽ വിശദമായ വാദം കേൾക്കാനും സുപ്രീം കോടതി തീരുമാനിച്ചു. ഇതോടെയാണ് VS പ്രതിസന്ധിയിലായത്. VS അച്യുതാനന്ദൻ പ്രതിയായിരുന്ന അനധികൃത ഭൂമിദാന കേസ് അന്വേഷിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥനുമേൽ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് നടരാജനെതിരെ നടപടിയെടുത്തത്. വിജിലൻസ് കേസിനെ അച്യുതാനന്ദൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. അച്യുതാനന്ദന് വേണ്ടി കുരിശുണ്ടാക്കി അദ്ദേഹത്തെ അതിൽ തറയ്ക്കുകയാണെന്നും കേസ് നിലനിൽക്കില്ലെന്നും മറ്റുമുള്ള പരാമർശങ്ങളോടെയായിരുന്നു അച്യുതാനന്ദനെ കുറ്റവിമുക്തനാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് വന്നത്. എന്നാൽ മണിക്കൂറുകൾക്കകം അന്നത്തെ UDF സർക്കാർ ഇതിനെതിരെ അപ്പീൽ നൽകുകയും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ അപ്പീൽ പിണറായി സർക്കാർ പിൻവലിച്ചു. അപ്പീലുമായി മുന്നോട്ടു പോകേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചുവെന്നും അതിനാൽ പിൻവലിക്കാൻ അനുവദിക്കണമെന്നും സർക്കാർ കോടതിയിൽ രേഖാമൂലം ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ ആവശ്യം ചീഫ് ജസ്റ്റിസ് ഋഷികേഷ് റോയ്, ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചു. വിജിലൻസ് അന്വേഷണത്തിൽ മുൻ DIGയും വിവരാവകാശ കമ്മീഷനിലെ അംഗവുമായിരുന്ന K നടരാജൻ ഇടപെട്ടിരുന്നു എന്നതിന്റെ തെളിവുകൾ പിന്നീട് പുറത്തു വന്നിരുന്നു. കേസ് അന്വേഷിച്ച വിജിലൻസ് DYSP VG കുഞ്ഞനെ വിവരാവകാശ കമ്മീഷണർ K നടരാജൻ ഫോണിൽ 20ഓളം തവണ വിളിച്ച് VSനെ കുറ്റവിമുക്തനാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നതിന്റെ രേഖകളാണ് പുറത്തുവന്നത്. തുടർന്ന് നടരാജനെ വിവരാവകാശ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടി സർക്കാർ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അച്യുതാനന്ദൻ പ്രതിയായ അനധികൃത ഭൂമി അനുവദിച്ച കേസിൽ വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് വിവരാവകാശ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട K നടരാജന്റെ രക്ഷകനായി ഗവർണർ എത്തിയത് അപ്രതീക്ഷിതമായിട്ടാണ്. മുൻ DIG കൂടിയായ നടരാജനെ 2012 സസ്പെൻഡ് ചെയ്യുകയും ആ സ്ഥാനത്ത് തുടരുകയും ചെയ്തു. കേസിൽ DYSP VG കുഞ്ഞനെ നടരാജൻ 20 തവണ ഫോണിൽ വിളിച്ച് VSനെ കുറ്റവിമുക്തനാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതായി ADGP R ശ്രീലേഖ പിന്നീട് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ K നടരാജനെ ഗവർണർ ഹൻസ്രാജ് ഭരദ്വാജ് സസ്പെൻഡ് ചെയ്തു. നടരാജന്റെ ഫോൺ സംഭാഷണവും പുറത്തുവന്നു. വിവരാവകാശ നിയമപ്രകാരം ഒരു വിവരാവകാശ കമ്മീഷണറെ സസ്പെൻഡ് ചെയ്താൽ സുപ്രീം കോടതി നിയമിച്ച ജഡ്ജിമാരുടെ പാനൽ അന്വേഷിക്കണം. ഈ അന്വേഷണം നീണ്ടുപോയപ്പോൾ നീതി നിഷേധിക്കപ്പെട്ടതായി ചൂണ്ടിക്കാട്ടി നടരാജൻ കോടതിയിലെത്തി. നടരാജൻ പലതവണ ഗവർണറോട് പരാതിപ്പെട്ടു. ഗവർണർ 4 തവണ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അഭിപ്രായം തേടിയെങ്കിലും ചീഫ് സെക്രട്ടറി മറുപടി നൽകിയില്ല. നടരാജന്റെ കേസിൽ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിയും ഗവർണറോട് നിർദ്ദേശിച്ചു. ഇതോടെ നടരാജന്റെ സസ്പെൻഷൻ റദ്ദാക്കാനും ആ കാലയളവ് ഡ്യൂട്ടിയായി കണക്കാക്കി ഉത്തരവ് പുറപ്പെടുവിക്കാനും ഗവർണർ നീക്കം തുടങ്ങി. VSനെ കൊടുക്കാൻ വിജിലൻസിനെ ദുരുപയോഗം ചെയ്തുവെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഭൂമി അനുവദിച്ച കേസ് റദ്ദാക്കിയത്. VSന്റെ ജീവിതത്തിലെ കറുത്ത ഏടാണ് കാസർകോട്ടെ ഭൂമിദാനം. പൊതുവെ ആദർശധീരനായ VSനെ ഇതിൽ ആരാണ് പെടുത്തിയത് എന്നറിയില്ല. ആരിഫ് മുഹമ്മദ് ഖാന് VSനോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിലെത്തി VSനെ കാണുകയും ചെയ്തിരുന്നു. പിണറായി VS പോരിനെ കുറിച്ചും കൃത്യമായ ധാരണ ഗവർണർക്കുണ്ടായിരുന്നു.
കാസർകോട്ടെ ഭൂമിദാനത്തിൽ ഇടപെടാൻ ഗവർണറെ പ്രേരിപ്പിച്ച ഘടകം ഇതാകാം. ഇന്നും പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് VS ഒരു വെല്ലുവിളിയാണ്. 2016 VSനെ മുന്നിൽ നിർത്തിയാണ് പിണറായി വോട്ട് പിടിച്ചത്. എന്നാൽ ജയിച്ചു വന്നതോടെ VSനെ ഒഴിവാക്കി. പണ്ട് ഗൗരി അമ്മയ്ക്ക് നൽകിയ പണി അപ്പോഴും ആവർത്തിച്ചു. ഇതോടെ VS രോഗാതുരനായി. എന്നാൽ VSനെ തോൽപ്പിക്കാനോ പകരം വയ്ക്കാനോ CPMൽ ഇന്നും ആരുമില്ല. VSന് ജീവിതം 2 പോരാട്ട കാലങ്ങളാണ്. 1940 മുതൽ 1980 വരെ നീളുന്ന വർഗശത്രുക്കളുമായുള്ള പോരാട്ടകാലം. 80 മുതൽ ഇതുവരെയുള്ള ഉൾപാർട്ടി പോരാട്ടകാലം. ഇതിലാദ്യത്തെ കാലഘട്ടമാണ് VSനെ യഥാർത്ഥ പോരാളിയാക്കിയത്. വസൂരി എന്ന ദുരന്തം അമ്മയുടെ ജീവൻ എടുക്കുമ്പോൾ VSന് വയസ്സ് 4. വയലിനക്കരെ ഒറ്റയായ കുടിലിൽ കിടന്ന് മരണത്തിലേക്ക് പോകും മുൻപ് ദൈന്യതയോടെ നോക്കിയിരുന്ന അമ്മയുടെ ഓർമ്മകൾ VSന്റെ മനസ്സിൽ എപ്പോഴുമുണ്ട്. 11ാം വയസ്സിൽ അച്ഛനും കൂടി പോയതോടെ പഠനം അവസാനിച്ചു. അന്ന് തൊട്ട് VSന് ജീവിതം തന്നെ പോരാട്ടമായിരുന്നു. ജൗളിക്കടയിലെയും പിന്നെ കയർ കമ്പനികളിലെയും അരവയറിനായുള്ള അധ്വാനം. 1940 17ാം വയസ്സിൽ കൃഷ്ണപിള്ളയുടെ ശുപാർശയിൽ പാർട്ടി അംഗത്വം കിട്ടി. അത് കഴിഞ്ഞൊരു നാൾ സാക്ഷാൽ കൃഷ്ണപിള്ളയുടെ സന്ദേശം കിട്ടി. കുട്ടനാട്ടിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോകണം. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അന്നു മുതൽ VS എന്ന ചുരുക്കപ്പേരായി. പിന്നീട് കുട്ടനാട്ടിൽ നിന്ന് തിരിച്ചെത്തി ട്രേഡ് യൂണിയൻ സംഘാടനത്തിൽ മുഴുകി. പുന്നപ്ര വയലാർ പോരാട്ടത്തിനുള്ള ഒരുക്കത്തിനിടെ അറസ്റ്റ് വാറണ്ടിനെ തുടർന്ന് ഒളിവിൽ പോയി. പ്രതിയാക്കപ്പെട്ടു. ലോക്കപ്പിൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. പിന്നീട് 4 വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നു. 1952 VS അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷം കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയിലെത്തി. അന്തർദേശീയ കമ്മ്യൂണിസ്റ്റ് ചേരികളോടുള്ള സമീപനം തർക്കമായി. 1964 ദേശീയ കൗൺസിൽ യോഗത്തിൽ പിളർപ്പിന്റെ കാഹളം മുഴക്കി VS അടക്കം 7 മലയാളി സഖാക്കൾ ഇറങ്ങിപ്പോന്നു. TV തോമസിനോട് മത്സരിച്ച് ജയിച്ച് CPMന്റെ ആദ്യ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായ VS വൈകാതെ പാർട്ടിയുടെ സംസ്ഥാനത്തെ തന്നെ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളായി. 1980 മുതൽ 91 വരെ 3 തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. ബദൽ രേഖ വിവാദം പാർട്ടിയെ പിടിച്ചുകുലുക്കിയപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന VS EMSന്റെ പിന്തുണയോടെ പാർട്ടിയെ നിയന്ത്രിച്ചു. MV രാഘവന്റെ പിന്നാലെ ഉണ്ടായ കുത്തൊഴുക്ക് തടയാൻ VS കേരളം മുഴുവൻ ഓടി നടന്നു. 91 മുഖ്യമന്ത്രിയാകാൻ തിടുക്കപ്പെട്ട് നേരത്തെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയെന്ന് പാർട്ടിക്കകത്ത് നിന്ന് പഴി കേട്ടു. വിഭാഗീയതയുടെ വക്താവെന്ന പഴിയും കേട്ടു. പിന്നീട് VSന്റെ പാർട്ടിയിലെ പിടി പതിയെ അയഞ്ഞു. സമവാക്യങ്ങൾ മാറിയപ്പോൾ VSന്റെ ശരികൾ മറ്റുള്ളവർക്ക് തെറ്റായി. പാർട്ടിയുടെ 4 പതിറ്റാണ്ട് ഔദ്യോഗിക ചേരിയായിരുന്നു VS. പക്ഷെ പിന്നീട് പലർക്കും VS വിമത ശബ്ദമായി. ഒരു കാലത്ത് പാർട്ടി ലൈനിൽ ഉറച്ചു നിന്ന് വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശക്കാരനായിരുന്നു VS. ധനികരുടെ വേദികളിൽ പോകുന്നത് പോലും വിലക്കപ്പെട്ട തൊഴിലാളി വർഗ നയക്കാരനാണ് VS. അധികാരം ദുഷിപ്പിക്കാത്ത അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് VSനെ ചിലർ വിശേഷിപ്പിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. മുതലാളിമാരോടും ജന്മിമാരോടും പൊരുതിയ VS പിന്നീട് പാർട്ടിയിലും നടത്തിയത് ആധിപത്യത്തിനെതിരെയുള്ള സമരമാണ്. എന്നാൽ പിന്നീട് പാർട്ടി ജന്മികളുടെ കയ്യിലായപ്പോൾ VS തഴയപ്പെട്ടു. VSന്റെ ഭരണ നേട്ടങ്ങൾ പിണറായി കണ്ടില്ലെന്ന് നടിച്ചത് വാർത്തയായി മാറിയിരുന്നു. അടുത്ത കാലത്ത് VS ഒഴികെയുള്ള നേതാക്കളുടെ ഭരണ നേട്ടങ്ങൾ പിണറായി വിശദീകരിച്ചത്. ഇതിൽ നിന്നും പിണറായിക്ക് VSനോടുള്ള കലി വ്യക്തമായിരുന്നു. എന്നാൽ ഇതേ പിണറായി തന്നെയാണ് VSനെതിരെ UDF സർക്കാർ നൽകിയ അപ്പീൽ പിൻവലിച്ചത്. അതൊരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു. സുപ്രീം കോടതി K നടരാജനെ ശിക്ഷിച്ചാൽ അതിന്റെ ഇഫക്റ്റ് VSനും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.